ഇന്ത്യയുടെ ഭാവി ഭാഗധേയം തീരുമാനിക്കുന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലാണ് നാം നിൽക്കുന്നത്. അങ്ങനെ നാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ നാം കേൾക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന BJP ഭരണകൂടം തന്നെ ഭൂരിപക്ഷത്തോടുകൂടി വരുമെന്ന അവകാശവാദം കേൾക്കുന്ന വേളയിലാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചില സംഭവവികാസങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം അവർ പോലും വിശ്വസിക്കുന്നില്ല എന്ന തോന്നലാണ് നമ്മളിൽ ഉളവാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിൽ ഉള്ള പാക് കടലിടുക്കിൽ കിടക്കുന്ന കച്ചത്തീവ് പ്രദേശത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ BJP ഉയർത്തിക്കൊണ്ടുവരുന്ന തർക്കങ്ങളും വാദവിവാദങ്ങളും. എന്താണ് കച്ചത്തീവ് പ്രശ്നം? കച്ചത്തീവ് നമുക്കറിയാം 14-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു ഭൂകമ്പത്തിൽ ഉയർന്നു വന്ന വെറും 285 ഏക്കർ മാത്രമുള്ള ഒരു ചെറിയ ദ്വീപാണ്. അവിടെ ശുദ്ധജലം ഇല്ലാത്തതിനാൽ ആൾവാസമില്ല. അവിടെ ആകെയുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സെൻറ്റ് ആൻ്റണിയുടെ പേരിലുള്ള ഒരു കത്തോലിക്ക ദേവാലയമാണ്. ഈ പ്രദേശത്തിന് ചുറ്റും മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ ശ്രീലങ്കയിലും തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങളിലും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റി അവകാശവാദങ്ങൾ അതും അന്നു മുതൽ വളരെ ശക്തവുമാണ്. ഏതാണ്ട് 17-ാം നൂറ്റാണ്ട് വരെ അത് ശ്രീലങ്കയുടെ നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ അതിനുശേഷം രാമനാഥപുരം, ഇന്ത്യയുടെ തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള രാമനാഥപുരം രാജവംശത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. എന്നാൽ ബ്രിട്ടീഷ് കോളനി ഭരണം ഇന്ത്യയിലും ശ്രീലങ്കയിലും വന്നതോട് കൂടിയിട്ട് അവ ബ്രിട്ടൻ്റെ കീഴിലായി മാറി. അങ്ങനെ ബ്രിട്ടൻ്റെ കീഴിൽ നിൽക്കുമ്പോഴും തർക്കത്തിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. 1921 ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നെങ്കിലും തർക്കങ്ങളെ തുടർന്ന് അവയെങ്ങും എത്തിയതുമില്ല. അങ്ങനെ ഈ തർക്കം നിലനിൽക്കുമ്പോഴാണ് പുതിയ ഇന്ത്യ രണ്ടു കൂട്ടരും 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, 48-ൽ ശ്രീലങ്ക സ്വതന്ത്രമാകുന്നു. അതിനുശേഷം ഈ രണ്ട് രാഷ്ട്രങ്ങളും പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് 1974-ൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുകയും ശ്രീമാവോ ബണ്ടാരനായകെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയുമായിരിക്കുമ്പോൾ നമുക്കറിയാം ശ്രീമാവോ ബണ്ടാരനായകെ ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്നു. അവർ രണ്ടുപേരും നല്ല സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന നേതാക്കളുമാണ്. ആ സൗഹൃദ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1974-ലെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥിയായി സിരിമാവോ ബണ്ടാരനായകെ യുഗോസ്ലോവിയയുടെ പ്രസിഡൻ്റായിരുന്ന ജോസഫ് ടിറ്റോയോടൊപ്പം എത്തുകയും ഈ കച്ചത്തീവ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൗരവമായ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. ആ ചർച്ചകളെ തുടർന്നാണ് 1974-ൽ ഈ കച്ചത്തീവ് പ്രദേശത്തെ സംബന്ധിച്ചുള്ള ഒരു തർക്കം പരിഹരിക്കുന്നതിനും ഒരു അന്തർദേശീയ സമുദ്രാതിർത്തി ഫൈനലായി നിർണ്ണയിക്കുന്നതും 1976-ൽ അത് കരാറാവുന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചത്തീവ് പ്രദേശം ശ്രീലങ്കയുടെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷമാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക്, അതുവരെ ഈ കച്ചത്തീവ് പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പോയി മത്സ്യബന്ധനം നടത്താമായിരുന്നുവെങ്കിൽ 1976-ലെ കരാറോടുകൂടി ഈ അന്തർദേശീയ സമുദ്രാതിർത്തി വന്നപ്പോൾ അത് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിക്കുള്ളിലായി മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ മാറ്റപ്പെട്ടെങ്കിലും ഈ ഒരു അവകാശം ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരുന്നു. അത് ഈ കച്ചത്തീവിൽ ഉള്ള സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിൽ പെരുന്നാളിന്, അവിടുത്തെ തിരുനാളിന് അവിടെ പോകാനും, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ആ തിരുനാൾ നടക്കുക, അവിടെ പോകാനും അതോടൊപ്പം മത്സ്യബന്ധന വലകൾ ഉണക്കാനും അതുപോലെ തന്നെ അവിടെ വിശ്രമിക്കാനുമുള്ള അവകാശം ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കരാർ രൂപപ്പെട്ടതിന് ശേഷം നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോവുകയും മത്സ്യബന്ധനം നമുക്ക് അന്തർദേശീയ സമുദ്രാതിർത്തിയൊന്നും അറിഞ്ഞുകൂടാത്ത മത്സ്യത്തൊഴിലാളികൾ ഈ ശ്രീലങ്കയുടെ ഭാഗത്തെ കടന്നു കയറുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ കടന്നു കയറുന്ന മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം സംഭവമായിട്ട് മാറി. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യുകയും മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുകയും ബോട്ടുകളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഈ വർഷം നമുക്കറിയാം, എല്ലാ വർഷവും 2010-ന് ശേഷമാണ് ഈ സെൻറ്റ് ആൻ്റണീസ് ദേവാലയം വീണ്ടും തുറന്ന് ആളുകൾക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഈ വർഷം തിരുനാളിന് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള വിശ്വാസികൾ പോയില്ല, അത് ബഹിഷ്കരിച്ചു. അതിൻ്റെ കാരണം ഈ വർഷം ഏതാണ്ട് 100-ലേറെ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ബോട്ടുകൾ ഇമ്പൗണ്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. അതിൽ കുറച്ച് പേരെ തടവിന് ശിക്ഷിച്ചു. 6 മാസത്തേക്കും 1 വർഷത്തേക്കും 1.5 വർഷത്തേക്കുമൊക്കെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്
മത്സ്യത്തൊഴിലാളികൾ ഇത്തവണത്തെ ഈ കച്ചത്തീവിലെ പള്ളി തിരുനാൾ ബഹിഷ്കരിച്ചത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നതും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർച്ച് 31 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് കച്ചത്തീവിനെ തീരെഴുതി കൊടുത്തു. നിഷ്ഠൂരമായി തീരെഴുതി. കാലസ്ലി ഗിവൺ അവേ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച വാക്ക്. നിഷ്ഠൂരമായി അടിയറ വെച്ചു കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുകയും അതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ BJPയുടെ നേതാവ് അണ്ണാമലയെ പോലെയുള്ള ആളുകൾ അതിനെ വലിയ ഇഷ്യൂ ആക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇത് എപ്രകാരം ഈ വിഷയം പരിഹരിക്കുന്നതിന് സഹായകരമാകും, എപ്രകാരമാണ് ഇത് ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തെ ബാധിക്കുക, എപ്രകാരമാണ് ഇത് ഇന്ത്യയുടെ അയൽക്കാരുടെ ബന്ധത്തെ ബാധിക്കുക, എപ്രകാരമാണ് അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരിക അല്ലെങ്കിൽ മോശമാവുക എന്നുള്ള ഒരു വിഷയമാണ് നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിസ്ഥാനത്ത് നിർത്തിയത് പ്രധാനമായും കോൺഗ്രസ് പാർട്ടിയെയും DMKയും അന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെയും DMKയുമാണ് എന്നാണ് വാസ്തവത്തിൽ നടന്നത്. 1974 ഈ കരാറിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന കേവൽ സിംഗ് തമിഴ്നാട്ടിലെത്തുകയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല, ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തീർപ്പുണ്ടാക്കാൻ പാടില്ല എന്നുള്ള അതിശക്തമായ അഭിപ്രായമാണ് കരുണാനിധി വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന കേവൽ സിംഗിനെ അറിയിച്ചത്. എന്നാൽ ഇതിപ്പോൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല, അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം പോവുകയും ചെയ്തു. എന്താണ് പ്രധാനമായും അന്ന് ഇന്ത്യയെ ഇത്തരമൊരു കരാറിലേക്ക് നയിച്ച കാര്യമെന്നുകൂടി നമ്മൾ നോക്കണം. ഒന്നാമത്തെ കാര്യം സുരക്ഷയുടെ പ്രശ്നമാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ പാകിസ്ഥാനിലെ യുദ്ധവിമാനങ്ങൾ ഈ ഇന്ധനം നിറച്ചുകൊണ്ട് നമ്മൾക്കെതിരെ ആക്രമണം നടത്തിയത് ശ്രീലങ്കയിൽ വന്ന് ഇന്ധനം നിറച്ചതിന് ശേഷമാണ്. അത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായാൽ അത് നമ്മുടെ സുരക്ഷയെ മൊത്തത്തിൽ ബാധിക്കും. അതുകൊണ്ട് ഈ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ചില പരാതികൾ പരിഹരിച്ചുകൊണ്ട് അവരെ കൂടുതൽ കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇന്ത്യ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്നാൽ പോലും ഈ കരാറിനോട് തമിഴ്നാടിന് യോജിപ്പില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അന്ന് പാർലമെൻറ്റ് അംഗമായിരുന്ന DMK അംഗമായിരുന്ന എറാ ചെഴിയൻ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിനെതിരായി പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയും അതോടൊപ്പം തമിഴ്നാട് നിയമസഭയിൽ ഈ വിഷയത്തിനെതിരായി പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്ന നിലപാടായിരുന്നില്ല ഒരു ഘട്ടത്തിലും തമിഴ്നാട് മുഖ്യമന്ത്രിയും DMKയും സ്വീകരിച്ചിരുന്നത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാക് കടലിടുക്കിൽ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളും ശ്രീലങ്കയിലെ മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനം നടത്തുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മറ്റൊരു പ്രശ്നം കൂടി ഈ വിഷയത്തെ വളരെ രൂക്ഷമാക്കി മാറ്റി. അത് 1980 മുതൽ തമിഴ് വംശജർ ഉന്നയിച്ച ശ്രീലങ്കയിലെ തമിഴ് വംശീയ പ്രശ്നമാണ്. ആ തമിഴ് വംശീയ പ്രശ്നം ആളിക്കത്തുകയും 2009 അത് രൂക്ഷമായ യുദ്ധത്തിൽ എത്തുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷവും ആ തമിഴ് വംശീയ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും ഇന്ത്യയിൽ നിന്നാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആയുധങ്ങൾ പോകുന്നു, കള്ളക്കടത്ത് നടക്കുന്നു, ആയുധ കള്ളക്കടത്തും അങ്ങനെ സാമ്പത്തികമായ സഹായങ്ങൾ ലഭ്യമാകുന്നു എന്ന വിലയിരുത്തൽ ഇപ്പോഴും ശ്രീലങ്കയ്ക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന എല്ലാ മത്സ്യബന്ധന ശ്രമങ്ങളെയും സംശയദൃഷ്ടിയോടെയാണ് ശ്രീലങ്കയും ശ്രീലങ്കൻ നേവിയും വീക്ഷിക്കുക. അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ സമുദ്രാതിർത്തി കടക്കുന്ന ബോട്ടുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ അത്തരമൊരു വിഷയം കൂടി നാം ഈ ഒരു പ്രശ്നത്തിൽ കാണേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഇന്നത്തെ ഈ പ്രശ്നത്തിന് കാരണമായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ഇപ്പോൾ ഈ വിഷയം വലിയ ഒരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന BJP ഭരണകൂടം 2014 മുതൽ ഈ 2024 വരെയുള്ള 10 വർഷക്കാലം ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ എന്ത് ചെയ്തു എന്ന പരിശോധന കൂടി നാം നടത്തേണ്ടതുണ്ട്. ആ പരിശോധന നടത്തുന്നതിന് മുമ്പ് നമ്മൾ 2013 അവസാനം സുപ്രീം കോടതിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കേസ് വന്നപ്പോൾ അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് പറഞ്ഞത് കച്ചത്തീവ് വിഷയം ഒരു അടഞ്ഞ അധ്യായമാണ്,
അത് നമുക്കിനി തുറക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അവിടെ അവർ ഉന്നയിച്ചത്. എന്നാൽ 2014 തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ക്യാമ്പയിന് നേതൃത്വം നൽകിയ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തമിഴ്നാട് സന്ദർശിച്ചപ്പോൾ കച്ചത്തീവ് വിഷയവും മത്സ്യത്തൊഴിലാളികളുടെ വിഷയവും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അധികാരത്തിൽ വന്നാൽ ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കുമെന്നാണ്. 2014 അദ്ദേഹം പറഞ്ഞു, ഈ വിഷയം ഞാൻ അധികാരത്തിൽ വന്നാൽ ശാശ്വതമായി പരിഹരിക്കുമെന്ന്. എന്നാൽ 2024 വരെയുള്ള അവരുടെ പ്രവൃത്തികൾ നാം ഇന്ന് എടുത്ത് പരിശോധിക്കണം. 2015 അന്ന് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്നത് ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിരുന്ന എസ് ജയശങ്കറാണ്. ഒരു RTI ആക്ട് പ്രകാരം ഒരു മറുപടി കച്ചത്തീവിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി, കച്ചത്തീവ് എന്ന് പറയുന്ന പ്രദേശം സമുദ്രാതിർത്തികളുടെ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കൻ പ്രദേശത്തിനുള്ളിലാണ്, അതൊരു പരിഹരിക്കപ്പെട്ട വിഷയമാണ് എന്ന മറുപടിയാണ് കൊടുത്തത്. ആദ്യത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുഷമ സ്വരാജും ഈ വിഷയവുമായി ഇടപെട്ട് പാർലമെൻറ്റിൽ പറഞ്ഞത് കച്ചത്തീവ് വിഷയം ഒരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞെങ്കിലും ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ചർച്ച ആരംഭിച്ചെങ്കിലും ആ ചർച്ചയും എങ്ങും എത്താതെ അവസാനിക്കുകയാണ് ചെയ്തത്. 2017 പാർലമെൻറ്റിൽ ഒരു മറുപടി നൽകവേ അപ്പോഴത്തെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ജനറൽ VK സിംഗ് പറഞ്ഞത്, ഈ തമിഴ്നാടും ശ്രീലങ്കയും തമ്മിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം കച്ചത്തീവുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ട പ്രശ്നമല്ല, അതിനെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ്. 2022 ജൂലൈയിൽ ഇപ്പോഴത്തെ സഹമന്ത്രിയായിരിക്കുന്ന വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുന്ന നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള V മുരളീധരൻ പാർലമെൻറ്റിൽ രാജ്യസഭയിൽ പറഞ്ഞ മറുപടി 1974 1976 കരാറുകൾ പ്രകാരം കച്ചത്തീവ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ സമുദ്രാതിർത്തിക്കുള്ളിലാണ് എന്നും അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 2014 മുതൽ 2024 വരെ ഈ പ്രശ്നം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ഗവൺമെൻറ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് യാതൊരു നിലപാടും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മുൻ സർക്കാർ സ്വീകരിച്ചിരുന്ന അതേ നിലപാട് തന്നെയാണ് അവർ ആവർത്തിച്ചത്. 2014 ഈ വിഷയം സുപ്രീം കോടതി വന്നപ്പോൾ അന്ന് അറ്റോർണി ജനറലായിരുന്ന റോത്തഗി പറഞ്ഞത്, ഇത് തീർന്ന അടഞ്ഞ അധ്യായമാണ്, ഇനി ഇത് പുനരാരംഭിക്കണമെങ്കിൽ നമ്മൾ യുദ്ധത്തിന് പോകേണ്ടി വരും, ശ്രീലങ്കയുമായിട്ട് യുദ്ധത്തിന് പോകേണ്ടി വരുമെന്നാണ്. അപ്പോൾ ആ തരത്തിൽ മുൻ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിരുന്ന നിലപാട് അതേപടി സ്വീകരിച്ചിരുന്ന ഒരു സർക്കാരാണ് 2014 മുതൽ 2024 വരെ അധികാരത്തിലിരുന്നതിന് ശേഷം 2024 തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ ഈ പ്രശ്നത്തെ കുത്തിപ്പൊക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇത്തരമൊരു കച്ചത്തീവ് വിഷയം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയം നാം കുത്തിപ്പൊക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകൾക്ക് വിധേയമാക്കുമ്പോൾ അതെപ്രകാരമാണ് നമ്മുടെ അയൽബന്ധങ്ങളെ ബാധിക്കുക, നമ്മുടെ വിശ്വാസ്യതയെ ബാധിക്കുക എന്നുള്ള പ്രശ്നം നാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ആരംഭിച്ചതാണ് അയൽപക്കം ആദ്യം അല്ലെങ്കിൽ നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. ആ നൈബർഹുഡ് ഫസ്റ്റ് പോളിസി 10 വർഷം അധികാരത്തിൽ പൂർത്തിയാക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം പരിശോധിക്കണം. നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യം, പാകിസ്ഥാനും അയൽപക്കമായ അഫ്ഗാനിസ്ഥാനും നമ്മുടെ കൂടെ ഇല്ല. ഏറ്റവും അവസാനം മാലദ്വീപ് നമ്മളോട് തന്നെ ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞ് ബന്ധം അതിരൂക്ഷമായ തരത്തിൽ മോശപ്പെട്ട് നിൽക്കുന്നു. പിന്നെ ഉള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ബംഗ്ലാദേശും ശ്രീലങ്കയും നേപ്പാളുമാണ്. അതിൽ ബംഗ്ലാദേശിൽ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ വിയോജിപ്പ് അവർക്കുണ്ട്. പിന്നെ ഉള്ളത് നേപ്പാളും ശ്രീലങ്കയുമാണ്. ശ്രീലങ്ക നമുക്കറിയാം, ശ്രീലങ്കയിൽ നേരത്തെ രാജപക്സമാർ അധികാരത്തിലിരുന്നപ്പോൾ ചൈനയോട് വലിയ പക്ഷപാതിത്വം കാണിച്ചവരാണ്. എന്നാൽ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നാം അവരെ സഹായിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇന്ത്യയുമായി മെച്ചപ്പെട്ട ബന്ധം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ മെച്ചപ്പെട്ട ബന്ധം ഈ കച്ചത്തീവ് വിഷയം കുത്തിപ്പൊക്കിയാൽ സ്വാഭാവികമായിട്ടും ബന്ധം വഷളാകും. ഇതുവരെ അവിടുത്തെ വിദേശകാര്യമന്ത്രി അലി സാബ്രിയോ അതല്ലെങ്കിൽ ഫിഷറീസ് മന്ത്രി ഡഗ്ലസ് ദേവാനന്ദയോ മോശപ്പെട്ട തരത്തിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അവർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു പരിഹരിക്കപ്പെട്ട വിഷയമാണ്, ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് എന്ന് മാത്രമല്ല 1976 ഈ കച്ചത്തീവ് പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ കന്യാകുമാരിയുടെ അടുത്തുള്ള വാഡ്ജ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം, ഏതാണ്ട് ഈ കച്ചത്തീവിൻ്റെ 80 ഇരട്ടി വലിപ്പമുള്ള പ്രദേശം, എണ്ണയും ഗ്യാസുമുള്ള സമ്പന്നമായ പ്രദേശം ഇന്ത്യക്ക് ലഭിച്ചു എന്നുകൂടി പറയുന്നുണ്ട് അവർ. എന്ന് മാത്രമല്ല ആ പ്രദേശത്ത് എണ്ണയുടെയും
പിന്നെ ഗ്യാസിൻ്റെയും പര്യവേഷണത്തിനായിട്ടുള്ള ഇപ്പോൾ ഒരു നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നേട്ടം കൂടുതൽ ഇന്ത്യക്കാണ് ഉണ്ടായതെന്നുള്ള നിലപാടിലാണ് ശ്രീലങ്ക എത്തി നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ആ ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യയുടെ അംബാസഡർമാരായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് മലയാളിയായിട്ടുള്ള ശിവശങ്കർ മേനോൻ, ഹാഫ് മലയാളിയായിട്ടുള്ള നിരുപമ റാവു, പിന്നെ അശോക് കാന്ത. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമുണ്ട്. ശിവശങ്കർ മേനോൻ പറഞ്ഞത് ഈ വിഷയം കുത്തിപ്പൊക്കിയതിലൂടെ ഇന്ത്യ ഒരു സെൽഫ് ഗോളാണ് അടിച്ചിരിക്കുന്നത്, ഇന്ത്യക്ക് ഒട്ടും ഗുണപരമായ ഒരു നടപടിയല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ശിവശങ്കർ മേനോൻ പറഞ്ഞത്. അശോക് കാന്ത പറയുന്നത് നമ്മൾ അങ്ങനെ പിന്നെ അന്തർദേശീയ കരാറുകൾ ഭരണകൂടങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറ്റാൻ കഴിയില്ല, അങ്ങനെ മാറ്റിയാൽ രാജ്യത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു കരാർ മാറ്റിയാൽ അടുത്ത ഗവൺമെൻറ് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മുടെ വിശ്വാസ്യത ഇല്ലാതാകുമെന്ന് മാത്രമല്ല, അയൽ രാജ്യങ്ങളുമായി നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള നിരവധി കരാറുകളുണ്ട്. ഈ കരാറുകളുടെ സ്ഥിതി എന്താകുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ടാകും. എന്ന് മാത്രമല്ല, ഇന്ത്യ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പങ്കാളിയാണെന്നുള്ള ചിന്തയിലേക്കും കടന്നു പോകും. അപ്പോൾ ആ തരത്തിൽ അയൽക്കാരുടെ ബന്ധം വഷളാകാം, അയൽക്കാരുടെയും നമ്മളുള്ള വിശ്വാസ്യത ഇല്ലാതാകും. അന്തർദേശീയ തലത്തിൽ തന്നെ നാം വലിയ വിശ്വാസ്യതയില്ലാത്ത രാഷ്ട്രമായി മാറുന്ന സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഇത്തരമൊരു വിഷയം ഉയർത്തിയതിലൂടെ നമുക്കറിയാം, ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കച്ചത്തീവ് ഉന്നയിക്കുന്നത്. ആ മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്നത് അവരുടെ ഉന്നയിക്കപ്പെട്ട വിഷയം ഗൗരവപൂർണ്ണമാണെങ്കിലും വാസ്തവത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് BJPക്ക് ഒരു പാർലമെൻറ്റ് സീറ്റിലേക്ക് വിജയിപ്പിക്കാൻ പോലുള്ള കഴിവുള്ളവരല്ല. കാരണം അവരുടെ ജനസംഖ്യാപരമായി അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ കിടക്കുന്നുള്ളതുകൊണ്ട്. ഈ 1974 ശേഷം, ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം ഈ പ്രദേശത്ത് നടന്ന 12 തെരഞ്ഞെടുപ്പുകളിൽ 10 തവണ ജയിച്ചതും DMK സപ്പോർട്ട് ചെയ്യുന്ന MP-മാരുമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇത് ഉന്നയിക്കുന്നതിലൂടെ BJPക്ക് അവിടെ ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ പോലും സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിഷയം കുത്തിപ്പൊക്കുന്നതിലൂടെ കോൺഗ്രസിൻ്റെ ഇടയും DMKയുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതും വിജയിക്കില്ല. കാരണം അവർ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭിന്നിപ്പിനേക്കാൾ ശത്രുതയാണ് ആ രണ്ടു കൂട്ടർക്കും BJP ഭരണത്തോടുള്ളത്. അതുകൊണ്ട് അതും വിജയിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ബന്ധം വഷളാക്കാൻ സഹായിച്ചേക്കാം. ഇന്ത്യയുടെ നിലപാട് ബാക്കിയുള്ള പിന്നെ അയൽ രാജ്യങ്ങളുടെ ഇടയിൽ ഒരു അവിശ്വാസം വർദ്ധിപ്പിക്കാം, ആശങ്ക വർദ്ധിപ്പിക്കാം. അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കാം. ഇത് ആരാണ് ഉന്നയിക്കുന്നത്? 2014 മുതൽ 2024 വരെ അധികാരത്തിലിരുന്നപ്പോൾ അവർ പലതവണ ശ്രീലങ്കൻ ഭരണാധികാരികളുമായി കണ്ടിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും കച്ചത്തീവ് വിഷയം ഉന്നയിക്കുകയോ പ്രശ്നപരിഹാരത്തിന് ഒരു ചെറുവിരലെങ്കിലും അനക്കുകയോ ചെയ്യാത്ത ഭരണകൂടമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കുമ്പോൾ കച്ചത്തീവ് വിഷയം ഒരു കുത്തിപ്പൊക്കി ഒരു തീ കൊടുത്താനായിട്ട് ആരംഭിക്കുന്നത്. കച്ചത്തീവ് ഒരു കച്ചിത്തുരുമ്പായി മാറിയിരിക്കുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം.